ഒരിക്കൽ കുതിരയ്ക്ക് തൻ്റെ ശരീരഭംഗി കുറെ കൂടി മെച്ചപ്പെടുത്തണമെന്നൊരു ആഗ്രഹം തോന്നി. ഇക്കാര്യവുമായി ജൂപ്പിറ്റർ ദേവനെ അവൻ സമീപിച്ചു. ദേവ, ഞാൻ അങ്ങയുടെ കുലീനവും സുന്ദരവുമായ സൃഷ്ടികളിൽ ഒന്നാണല്ലോ. അങ്ങേക്ക് എൻ്റെ സൗന്ദര്യം കുറെ കൂടി മെച്ചപ്പെടുത്തുന്ന കാര്യമെന്ന് ആലോചിച്ചുകൂടെ? കുതിര ചോദിച്ചു. പറയൂ, എങ്ങനെയാണ് നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കേണ്ടത്? നിന്റെ അഭിപ്രായം തുറന്നു പറയാം, ജൂപ്പിറ്റർ ദേവൻ കുതിരയോട് പറഞ്ഞു. ഉദാഹരണമായി, എൻ്റെ കാൽ മെലിഞ്ഞതും നീളം കൂടിയതുമാണെങ്കിൽ എനിക്ക് കുറെ കൂടി വേഗത്തിൽ ഓടാനാകുമായിരുന്നു. മാത്രമല്ല, അരയന്നത്തെ പോലെ നീണ്ട കഴുത്ത് എൻ്റെ സൗന്ദര്യം കുറെ കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിരിഞ്ഞ് വിശാലമായ നെഞ്ച് എൻ്റെ ശക്തി ഇരട്ടിയാക്കും. അങ്ങ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം അങ്ങയുടെ സൃഷ്ടികളിൽ ഒന്നായ മനുഷ്യനെ ചുമക്കുക എന്നാണല്ലോ. ഇപ്പോൾ മനുഷ്യൻ എൻ്റെ മുതുകിൽ ഇരിപ്പിടം വച്ച് കെട്ടിയാണല്ലോ യാത്ര ചെയ്യുന്നത്. അതിനാൽ ഒരു ജീനി എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കിയാൽ എൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നവർക്ക് അത് വലിയ സൗകര്യമായിരിക്കും. കുതിര വിശദീകരിച്ചു. നിന്റെ നിർദ്ദേശം നന്നായിരിക്കുന്നു. അത് എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടോളൂ. ജൂപ്പിറ്റർ ദേവൻ പുതിയ സൃഷ്ടി ഉണ്ടാക്കട്ടെ എന്ന് കൽപ്പിച്ച് അപ്പോൾ തറയിൽ കിടന്ന മൺതരികൾ തനിയെ ചലിച്ച് ഒത്തുകൂടി അതിഭീകരമായ ആകൃതിയുള്ള ഒരു പുതിയ രൂപമുണ്ടായി. അത് കണ്ട് കുതിര ഞെട്ടിവിറച്ചു. നീ പറഞ്ഞ മെലിഞ്ഞ നീണ്ട കാലുകൾ, അരയന്നത്തെ പോലത്തെ നീണ്ട കഴുത്ത്, വിരിഞ്ഞ നെഞ്ച്, മുതുകിലിരുന്ന് യാത്ര ചെയ്യാനുള്ള ജീനി എല്ലാം ഉണ്ട് ഈ രൂപത്തിന്. നിന്നെയും ഇതുപോലെ ആക്കട്ടെ? ദേവൻ ചോദിച്ചു. ആ വികൃത രൂപം കണ്ട് കുതിര ഭയത്തോടെ പറഞ്ഞ്, അയ്യോ വേണ്ട, എങ്കിൽ പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന്. ഇത്തവണത്തേക്ക് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല. ദുർമോഹം നിറഞ്ഞ സ്വഭാവത്തെക്കുറിച്ച് ഇടയ്ക്കിടെ നിനക്ക് ഓർമ്മയുണ്ടാകാൻ ഈ രൂപത്തെ ഞാൻ നിലനിർത്താൻ പോവുകയാണ്, ജൂപ്പിറ്റർ ദേവൻ പറഞ്ഞു. അങ്ങനെയാണത്രേ ഒട്ടകമുണ്ടായത്. അതിനുശേഷം കുതിര ഒരു ആവശ്യവും പറഞ്ഞ് ജൂപ്പിറ്റർ ദേവനെ സമീപിച്ചിട്ടില്ല. ഈ കഥ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ഇന്നത്തെ കഥ കേട്ടതിന് നന്ദി. ഗുഡ് നൈറ്റ്. താങ്ക് യു.